toppling like a friendly hello from beyond. In the constant relief. Happy 2025. Happy New Year, guys. 2025 തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്തത് 2024 ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന ആഗ്രഹവുമായി ഞാൻ ഗോകർണയിലേക്ക് വണ്ടി കയറി. ഗോകർണയിലേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് ട്രെയിൻ ഞാനന്ന് കണ്ടില്ല, അതോ ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം ഗോകർണയിലേക്ക് പോകാൻ. സോ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ ഉച്ചയായേ നല്ല വിശപ്പുണ്ട്. ഞാൻ നടന്ന് നേരെ പോയി കൈരളി ഹോട്ടലിലേക്ക്. ആരും പറഞ്ഞു തന്നിട്ടല്ല, ഞാൻ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി പോയതാണ്. അവിടെ ചെന്ന് ഒരു മംഗലാപുരം ബിരിയാണി അങ്ങോട്ട് കഴിച്ചു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്ക് ഇതിനെക്കാട്ടും നല്ല ബിരിയാണി ട്രിവാൻഡ്രത്ത് കിട്ടും. ബിരിയാണിയും കഴിച്ച് മംഗലാപുരത്ത് നിന്ന് 4 മണിക്കൂർ എടുത്തു ഗോകർണയിലേക്ക് എത്താൻ. ഇച്ചിരി ഇരുട്ടിയാണ് ഗോകർണയിലേക്ക് എത്തിയത്. എൻ്റെ മനസ്സിലെ ഗോകർണ റെയിൽവേ സ്റ്റേഷനേ അല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഭയങ്കര ലൈവ്ലി ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ കുറേ ഓട്ടോകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോയിൽ ഞാൻ കയറിയില്ല. റീസൺ എന്ന് വെച്ചാൽ അവർ കത്തി റേറ്റാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഇരുട്ടത്തോട് ഞാൻ നടന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡ് വരെ, മെയിൻ ബസ് സ്റ്റാൻഡല്ല, ചെറിയൊരു ബസ് സ്റ്റാൻഡുണ്ട്, അതുവരെ ഏതാണ്ടൊരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. 1 or 2 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. അതെല്ലാം ഞാൻ നടന്ന് ബസ് സ്റ്റാൻഡ് എത്തിയൊരു 10 മിനിറ്റ് എത്തിയപ്പോൾ ഈ ബസ് കിട്ടി. പ്രത്യേകിച്ച് ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്ത വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ബസ് ട്രിപ്പായിരുന്നു അത്. ഇത് നമ്മൾ നേരെ പോയി ഇറങ്ങിയത് ഗോകർണ മെയിൻ ബസ് സ്റ്റാൻഡിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന ശ്രീ ഗണേഷ് റെൻറ്റ് ബൈക്ക് ഉള്ളത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ 2 വീലർ റെൻറ്റിനെടുത്തു. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. സത്യം പറഞ്ഞാൽ ഇനി അവിടെ നിന്ന് ആരും എടുക്കരുത്. വളരെ വൃത്തിയായിട്ട് വണ്ടിയാണ് തന്നത്. നല്ല പൈസയായിരുന്നു. വണ്ടിയിൽ കാറ്റില്ലായിരുന്നു, ബ്രേക്ക് കുറവായിരുന്നു. എനിക്കറിഞ്ഞൂടാ ആ രാത്രി എങ്ങനെയാണ് ഞാൻ കുട്ട്ല ബീച്ചിൽ എത്തിയെന്നൊരു പിടിയില്ല. സോ പറഞ്ഞു വന്നത് കുട്ല ബീച്ചിനെ കുറിച്ചാണ്. KUDLA. സോ ഈ ബീച്ചിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് വണ്ടിയിൽ പോയി ഇറങ്ങാൻ പറ്റത്തില്ല. വണ്ടി മുകളിൽ വെച്ചിട്ട് നടന്ന് വേണം ബീച്ചിലേക്ക് പോകാൻ. സ്റ്റെപ്സ് ഉണ്ട്. ഗോകർണയിലെ മെയിനായിട്ട് കുട്ല ബീച്ചിലും മെയിൻ ഗോകർണ ബീച്ചിലുമാണ് ഒരു ഗോവ വൈബ്. ഷാക്ക്, ബിയർ, റെസ്റ്റോറൻറ്റ്സ്, കഫേസ് ഒക്കെയുള്ള ആ ഒരു വൈബുള്ളത് ഈ 2 സ്ഥലത്തുമാണ്. നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഒരു 20 to 25 മിനിറ്റ്സ് വിജന വീതിയിലൂടെ ഓടിച്ചാൽ മാത്രമേ നമ്മൾ കുട്ല ബീച്ചിലെത്തത്തുള്ളൂ. അതിപ്പോൾ രാത്രി ആയാലും രാവിലെ ആയാലും പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ആ വഴികളിലില്ലായിരിക്കും. ഇച്ചിരി സ്കെയറിയാണ്. ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഇച്ചിരി സ്കെയറിയാണ്. പിന്നെ വഴികളൊക്കെ മനസ്സിലാകുമ്പോൾ ഇറ്റ്സ് ഫൈൻ. സോ ഈ ബീച്ചിലെത്തി ഒരു അല്പം നേരം ഞാൻ ബീച്ചൊക്കെ നോക്കി നിന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. നേരെ പോയത് ഉമാമഹേശ്വരി ഹോട്ടലിലേക്കാണ്. ഞാൻ ഓൾറെഡി റൂം ബുക്ക് ചെയ്തായിരുന്നു. ബിക്കോസ് അവിടെ ചെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നിന്നാൽ പ്രത്യേകിച്ച് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് കിട്ടത്തില്ല, സ്റ്റേ ഒന്നും കിട്ടത്തില്ല. ഇവിടെ പോയി ഇച്ചിരി ഒരു അല്പം എക്സ്പെൻസീവ് ആയിരുന്നു ഈ പ്ലേസ്. പക്ഷേ ഒട്ടും വൃത്തിയില്ലായിരുന്നു. വെള്ളമൊക്കെ മഹാവൃത്തിയായിട്ട് നാറ്റമായിരുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ചെന്ന് എൻ്റെ ലഗേജൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഞാൻ നേരെ ബീച്ച് സൈഡിലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ബിയർ കുടിച്ചു, കുറച്ച് ഫുഡ് കഴിച്ചു. എന്നിട്ട് ബീച്ചിലൊക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഈ ബെഡ് കണ്ടാൽ അവളൊരു ശവമാണെന്ന് പറയുന്നത് പോലെ ബിയർ കുടിച്ചാൽ ഞാൻ പിന്നെ ഒരു ശവമാണ്. ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ പോയി കിടന്നുറങ്ങി. നല്ലൊരു ഉറക്കമായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ 7 മണിയായി കേട്ടോ. സൺ റൈസ് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എണീച്ചത് ഇതാണ് അതിമനോഹരമായ കുട്ല ബീച്ച്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സാധാരണ ആളുകൾ, ഗോകർണയിലേക്ക് വരുന്ന ആളുകൾ ഇവിടെയാണ് ഫുൾ ടൈം ഷാക്കൊക്കെ എടുത്ത് ബിയറൊക്കെ കുടിച്ച് ചില്ല് ചെയ്യുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. എനിക്കിപ്പോൾ ബിയർ കുടിച്ച് ഇങ്ങനെ ഒരു ഫുൾ ദിവസം ചില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഉറങ്ങിപ്പോവും. എനിക്കതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. സോ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയം എത്രയും ട്രക്കിങ്ങിന് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. ഞാൻ കുട്ല ബീച്ചിൽ ആ ഒരു ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഐ ഡിഡ്ന്റ് കം ബാക്ക്. ഐ ലൈക്ക് ദിസ് പ്ലേസ്. ഭയങ്കര കൂളാണ്. പിന്നെ ഒത്തിരി ഫ്രണ്ട്സുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാം. സോ ഓഫ് കോഴ്സ് വെൻ ഐ കം വിത്ത് മൈ ഫ്രണ്ട്സ് ഞാനിവിടെ ഇരിക്കും, ചില്ല് ചെയ്യും, വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യും. ആൻഡ് ഇപ്പം ഞാൻ പോകുന്നത് ഈ ഗോകർണയിലെ വേറൊരു പ്രധാന അട്രാക്ഷനായിട്ടുള്ള ബീച്ച് ട്രക്കാണ്. നമ്മൾ കുട്ല ബീച്ചിൽ നിന്ന് കയറിപ്പോയി ഇച്ചിരി ഒരു ഓഫ് ബീറ്റായിട്ടൊരു സ്ഥലത്ത് കൂടെ നടന്ന് വിൽ കവർ 4 other ബീച്ചസ്. അതായത് ഓം ബീച്ചുണ്ട്, പിന്നെ ഹാഫ് മൂൺ ബീച്ചുണ്ട്,
പാരഡൈസ് ബീച്ചുണ്ട്. ഇതിൻ്റെ ഇടയിൽ ലിറ്റിൽ ഹെൽ എന്നൊരു വേറൊരു ബീച്ചുണ്ട്. ഈ ട്രക്ക് പോകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ഗൈഡിൻ്റെയും ആവശ്യമില്ല. പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ ആരോസ് ഇട്ട് വെച്ചേക്കും. ഇപ്പം നമ്മൾ പോകുമ്പോൾ കാണാനായിട്ട് പറ്റും. ഈ ആരോസ് അങ്ങ് ഫോളോ ചെയ്ത് പോവുക. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോകാനായിട്ട് മിക്കവാറും കുഡ്ല ബീച്ചിൽ നിന്ന് ഓം ബീച്ചിലേക്ക് പോകാനായിട്ട് ഒരു പട്ടിക്കുട്ടി എപ്പോഴും അവിടെ കാണും. പുള്ളി അവിടുത്തെ ആസ്ഥാനം ഗൈഡായിട്ട് നടക്കുവാണ്. എൻ്റെ കൂടെയും വന്നു. ഈ വെള്ളത്തിൻ്റെ വണ്ടി ഇപ്പം പോയില്ലേ, എന്തിനാണ് ഇവിടെ കൂടെ പോയെന്ന് എനിക്കൊരു പിടിയില്ല. ബിക്കോസ് അവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ല, വണ്ടിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. സോ എനിവേ ഇത് നമ്മൾ ഓം ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ കുറേ ഇതേപോലത്തെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നൈറ്റ് ക്യാമ്പിംഗ് ഫയറൊക്കെ ഉള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും നടന്നു വന്നപ്പോഴത്തേക്കും രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാനൊന്ന് തളർന്നു. പക്ഷേ ഇവിടെ ഇറങ്ങി ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നു. ചായ കുടിക്കാൻ വന്നപ്പോഴാണ് എൻ്റെ അമ്മേ ഓം ബീച്ചിൻ്റെ ഒരു കിടിലം വ്യൂ. ഞാൻ ഇതുപോലൊരു സ്ഥലം പണ്ട് കണ്ടിട്ടില്ല. ഇതിങ്ങനെ ബീച്ച്, ഇതിൻ്റെ നടുക്ക് കുറേ പാറ. ഈ ഓം ബീച്ചിന് ഓം എന്നൊരു വാക്ക് ഈ ഓം എന്ന പേര് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ ബീച്ച് ഓമിൻ്റെ ആകൃതിയിലായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് മുകളിൽ കൂടെ നടന്നാലേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങി. സോ ഇവിടെയൊക്കെ കച്ചറയാണ് കേട്ടോ. സൈഡിൽ രണ്ടിടത്തും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ മൊത്തം മലയാളികളാണ്. ഇവിടെ ഞാൻ കേട്ട ഭാഷകളിൽ ഭൂരിഭാഗവും മലയാളമായിരുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണും. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടേ. ഇതൊക്കെ മേ ബി ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ എനിക്കിത് കണ്ടപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഈ മലയുടെ മണ്ടയിൽ വലിഞ്ഞു കയറണം, ആ മലയുടെ മണ്ടയിൽ വലിഞ്ഞു കയറണം, ഫോട്ടോ എടുക്കണം, അവിടെ നിന്ന് ഉരുണ്ട് താഴെ വരണം. അറിഞ്ഞൂടെ, ഐ വാസ് ടോട്ടലി എക്സൈറ്റഡ്. എന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കടൽക്കരയിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വിൽക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയ്ഡ്സ് ഇങ്ങനെ ചെയ്തു തരും. അവിടെ വരുന്ന, എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന പുറത്തു നിന്നുള്ള സ്ത്രീകളെയും അകത്ത്, അതായത് ഗോകർണയിലുള്ള സ്ത്രീകളെയും വേർതിരിക്കുന്നത് തന്നെ ഈ തലയിലുള്ള ബ്രെയ്ഡ്സ് കണ്ടിട്ടാണ് തോന്നുന്നു. അത്രയ്ക്കും ടൂറിസ്റ്റ് ബ്രെയ്ഡ്സ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് ഈസ് ഓൺലി 50 rupees. എൻ്റെ ബ്രൈഡ് ചെയ്തു തന്നത് ജലകന്യകയാണ്. ഹെർ നെയിം ഇസ് ജലകന്യക. ഷീസ് ഫ്രം ഷിമോഗ. സോ ഇവിടെ വരുന്ന എല്ലാവരും പുള്ളിക്കാരത്തെടുത്ത് പോവുക. ആൻഡ് ഷീ ഗോട്ട് വെരി എക്സൈറ്റഡ് വെൻ ഐ ടോൾഡ് ദാറ്റ് ഐ എം എ യൂട്യൂബർ. സോ ആ ബ്രൈഡൊക്കെ ചെയ്തിട്ട് അത് കുറേ ഫ്ലോണ്ട് ചെയ്ത് ഞാൻ മലയുടെ പുറത്ത് കയറിയെന്ന് അവിടെ നിന്ന് ഒരുപാട് പടം എടുത്തു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോഴേക്കും ഐ തിങ്ക് സമയം ഒരു 9 മണിയൊക്കെ ആയി കേട്ടോ. ഞാൻ 9 മണി വരെയും അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഈ ട്രെക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ഫിനിഷ് ദാറ്റ് ട്രെക്ക് ഒരു വിത്തിൻ 9 o'clock. അല്ലെങ്കിൽ ഞാൻ ഒന്നാതെ എൻ്റെ അടുത്തില്ല സൺഗ്ലാസസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. സോ ഞാൻ ഈ ബ്യൂട്ടി കണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. ഒരുപാട് ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയും ട്രെക്ക് ചെയ്താൽ ശരിയാവത്തില്ല, സൺസ്ക്രീൻ ഇട്ടിട്ടില്ല, സൺഗ്ലാസ് ഇല്ല, ആകെ കച്ചറയാവും. സോ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി ആൾക്കാരെ കണ്ടില്ലേ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി വീണ്ടും ഇതെല്ലാം കണ്ടു. കുറച്ച് പാറപ്പുറത്തൊക്കെ ഇരുന്നു, വലിഞ്ഞു കയറി. സൈഡിൽ തന്നെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ കുഡ്ല ബീച്ചിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ റൂമൊക്കെ മാറി. അതായത് ഞാൻ കുഡ്ല ബീച്ചിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ബീച്ച് സൈഡിൽ നിന്ന് മെയിൻ സ്ഥലത്തിലേക്ക് പോയി. ബീച്ച് സൈഡിൽ നല്ല പൈസയായിരുന്നു, പ്രത്യേകിച്ചും ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് ഭയങ്കര പൈസയായിരുന്നു. ഇതൊക്കെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻറ്റ്സ് ആണ്. ആൻഡ് ഈ തരിശ് നിലം കണ്ടോ, ഇവിടെ കൂടെയാണ് ഇന്നലെ രാത്രി ഞാൻ ഓടിച്ചു വന്നത്. ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. ആൻഡ് ഈ ഫിഷ് കോർണർ ഫാമിലി റെസ്റ്റോറൻറ്റ്, ഗോകർണ സീ റൂട്ട്, ഇവിടെ നിന്ന് നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഗോകർണ ലോക്കൽ ഫുഡ്, അതായത് അവരുടെ തവ ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ റവ ഫിഷ് ഫ്രൈ, അതായത് റവയിൽ മിക്സ് ചെയ്തിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഗോകർണ മെയിൻ ബീച്ചിലേക്ക് വന്നു. ഗോകർണയിൽ വരുന്ന എല്ലാവരും അവിടുത്തെ ഫിഷ് ഐറ്റംസ്, സീ ഫുഡ് ഐറ്റംസ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. സോ ഞാൻ മെയിൻ ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോയി. കർണാടകയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മസാല സോഡയുണ്ട്, ബിന്ദു ഫിസ് ജീര മസാല സോഡ. അത് കർണാടകയിൽ തന്നെ ഇറങ്ങി. അതെന്തോ ഇറ്റ് പ്രൊമോട്ട്സ് ഡൈജഷൻ, അയൺ കണ്ടൻ്റ് ഉണ്ട്, പിന്നെ ഡയബറ്റീസിന് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയതാണ്. കർണാടകയിൽ ഇറ്റ്സ് വെരി ഫേമസ്. ഐ ട്രൈഡ് ദാറ്റ്. ബേസിക്കലി ജീരകത്തിൻ്റെ ടേസ്റ്റാണ്. ജീരകവും സോഡയും കൊക്കക്കോളയും കൂടെ മിക്സ് ചെയ്താലുള്ളൊരു ടേസ്റ്റാണ്. ആൻഡ് ഗോകർണ മാർക്കറ്റ് അല്ലെങ്കിൽ ഗോകർണ സ്ട്രീറ്റ്സിൻ്റെ വേറെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കാണുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് കൗസിനെ കാണാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ പശുക്കളുണ്ട്.
ഇതൊക്കെ ആരെങ്കിലും ഓൺ ചെയ്യുന്നതാണോ അല്ല ചുമ്മാ ഇറങ്ങി നടക്കുന്നതാണോ, ഐ ഡോണ്ട് നോ. എവിടെ നോക്കിയാലും പശുക്കളാണ്. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, കർണാടകയിൽ ബീഫ് നിരോധിച്ചതാണ്. ഞാൻ ഭാഗ്യത്തിന് എന്തോ അത് ഓർത്തു, അല്ലെങ്കിൽ ഞാൻ വല്ല കടയിലും കയറി അണ്ണ ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ചേനെ, എന്നാൽ എന്നെ കൊന്നേനെ അവന്മാർ. മാർക്കറ്റിൽ പോയി കുറച്ച് കറങ്ങി നടന്നു, പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചില്ല, ബിക്കോസ് എല്ലായിടത്തുള്ള സാധനങ്ങൾ തന്നെയാണ് അവിടെയും ഉള്ളത്. എന്നിട്ട് ഞാൻ നേരെ പോയി വേറെ റൂം എടുത്തു. ഗോകർണ ഇൻ്റർനാഷണൽ എന്നൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് എൻ്റെ ട്രക്ക് ഞാൻ വൈകുന്നേരമാണ് റീസ്റ്റാർട്ട് ചെയ്തത്. അത് എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഓം ബീച്ചിൽ പോയിട്ട്, അതായത് ഓം ബീച്ചിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വണ്ടി പോകും. അവിടെ നിന്ന് പോയിട്ട് എനിക്ക് ബാക്കി ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആത്മാർത്ഥതയുടെ നിറകുടമായ ഞാൻ കുഡ്ല ബീച്ചിൽ പോയിട്ട് അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടെ നിന്നേ എൻ്റെ ട്രക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞാൻ ഓം ബീച്ചിൽ വന്ന്, ഓം ബീച്ചിൽ നിന്ന് ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളാണ്. ഇതാണ് മെയിൻലി ട്രക്കിൻ്റെ വഴി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വഴി കാണാനായിട്ട് പറ്റും. പക്ഷേ ഹാഫ് മൂൺ ബീച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. എന്താ പറയുക, നമ്മൾ തന്നെ വഴി കണ്ടുപിടിച്ച് ഒരു ഊഹത്തിലൊക്കെ അങ്ങ് നടക്കുക. ഇത് വന്നിട്ട് ഒരു 3 മലകളുടെ ഇടയിലാണ് ഈ 4 ബീച്ചും ഇരിക്കുന്നത്. സോ നമ്മൾ മല കയറണം, മല ഇറങ്ങണം. സോ ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയ ഫ്ലാറ്റായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൽ എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ അതായത് ഈ മലയുടെ എഡ്ജിലുള്ള ചെറിയൊരു പാത്തുണ്ട്, അവിടെ കൂടെ വേണം നമ്മൾ വരാനായിട്ട്. ഒന്ന് കാലിടറിയാൽ പിന്നെ ഞാൻ തിരിച്ച് ആംബുലൻസിലെ വീട്ടിൽ വരത്തുള്ളൂ. അത്രയ്ക്കും ഇച്ചിരി ഡേഞ്ചറാണ്. പക്ഷേ ഇവരൊക്കെ പോകുന്നുണ്ടല്ലോ, ഇതൊരു അപാര സാധനമാണ്. ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ ഫോറിനർ ചേച്ചി, പുള്ളിക്കാരത്തി ഇങ്ങനെ നമ്മുടെ മറ്റേ സിനിമയിൽ പ്രണവ് മോഹൻലാൽ ചാടി പോകുന്ന പോലെയാണ് ഇവിടെ കൂടെയൊക്കെ ചാടി പോകുന്നത്. ഇതൊന്നും പ്രശ്നമുള്ള വഴിയല്ല കേട്ടോ, ഇതൊക്കെ ഓക്കെ വഴികളാണ്. സോ ഇങ്ങനെ നമ്മൾ കുറേ ഇറങ്ങി വന്ന് അവസാനം നമ്മൾ ഹാഫ് മൂൺ ബീച്ചിലെത്തും. അങ്ങനെ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിലെത്തി. ഹാഫ് മൂൺ ബീച്ചിൽ ഒരു 3-4 ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാം, കുടിക്കാം. പിന്നെ ഇവിടെ മെയിൻലി വാട്ടർ സ്പോർട്സ് ആണുള്ളത്. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് വാട്ടർ പോളോ പോലത്തെ കാര്യങ്ങൾ കളിക്കുന്നുണ്ട്. പിന്നെ ബോട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ എന്താ പറയുക, ബോട്ടിൽ വെച്ച് സൺസെറ്റ് കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇപ്രാവശ്യം ബോട്ടിൽ കയറുകയോ പിന്നെ വേറെ വാട്ടർ സ്പോർട്സോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഐ ഷുഡ് ഹാവ് ഡൺ. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഭയങ്കര ബഡ്ജറ്റ് അവന്മാർ പറയുന്നത്, സോ അതുകൊണ്ട് ചെയ്തില്ല. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൻ്റെ അപ്പുറത്തെ സ്ഥലത്തെത്തി. അതായത് ഇപ്പോഴും നമ്മൾ പാരഡൈസ് ബീച്ചിലൊന്നും എത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഇങ്ങനെ കുറേ പാറകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ പാറകളുടെ ഇടയിൽ കൂടെ വേണം പോകാൻ. ഇതും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. ഇവിടെ എവിടെയോ നിന്നാണ് ഞാൻ എൻ്റെ സൺസെറ്റ് കണ്ടത്. അതായത് ഈ ദിവസം എന്ന് പറയുന്നത് 31st ഈവനിങ് ആണ്. 31st ഈവനിങ്. ആൻഡ് അവിടെ നിന്ന് ഞാൻ നടന്നു വന്നപ്പോൾ ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ എൻറ്റയർ ഗോകർണ. ഇത് ദ ലിറ്റിൽ ഹെൽ ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ ലിറ്റിൽ ഹെല്ലിലേക്ക് വരും. പക്ഷേ ദിസ് വാസ് ലൈക്ക് ലിറ്റിൽ ഹെവൻ. ചെറിയൊരു ബീച്ചാണ്, ഒരുപാട് പാറകളുള്ള, എന്തോ ഒരു എന്താ പറയുക, വേറൊരു സ്ഥലത്തെത്തിയതുപോലെ ഒരു ഇൻ്റർസ്റ്റെല്ലാർ വൈബ്. അങ്ങനെയാണോ ഈ വൈബിനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ചെറിയ ബീച്ചാണ്. ഈ ട്രക്കിങ്ങിൻ്റെ പാട് കൂടുന്നത് കൊണ്ട്, ഡിഫിക്കൽട്ടി റേറ്റ് കൂടുന്നത് കൊണ്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല. എല്ലാവരും പാരഡൈസ് ബീച്ച് വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ അത്രയ്ക്ക് നടന്നു വരുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ എത്താറുള്ളൂ. സോ ദിസ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഞാനൊരു ഞാനിവിടെ ഒരു 5-10 മിനിറ്റേ സ്പെൻഡ് ചെയ്തോളൂ. ബിക്കോസ് അപ്പോഴേക്കും സൺസെറ്റ് ആവാറായി. എനിക്ക് പിന്നെയും നടന്ന് പാരഡൈസ് ബീച്ചിലേക്ക് പോകണം. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഞാൻ ഈ ബീച്ചിനോട് ബൈ പറഞ്ഞു. ഐ വോണ്ടഡ് ടു കം ബാക്ക് ഹിയർ, പക്ഷേ ഐ കുഡൻറ്റ്. സോ ബൈ പറഞ്ഞ് പിന്നെയും ഞാൻ നടക്കാൻ തുടങ്ങി. ആൻഡ് ഇതൊരു വളരെ ഉയരത്തിലുള്ളൊരു പ്ലേസാണ്. ഇവിടെ ഇരുന്നാണ് എൻ്റെ 31st സൺസെറ്റ് ഞാൻ കണ്ടത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ബോട്ടുകളിലൊക്കെ നിറച്ച് മനുഷ്യന്മാരാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ആ സൺസെറ്റ് കണ്ടു. ആൻഡ് ഐ ഫീൽ സോ പ്രിവിലേജ്ഡ് ടു ഹാവ് വിറ്റ്നസ്ഡ് ദിസ് വെരി പ്രിറ്റി ബ്യൂട്ടിഫുൾ ഈവനിങ്. അങ്ങനെ അത് ഇരുന്ന് ഞാൻ കുറേ സമയം അവിടെ തന്നെ ഇരുന്നു. ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. കണ്ടോ, അതാ സണ്ണിങ്ങനെ ഹൊറൈസണിൻ്റെ അകത്തേക്ക് പോകുന്നത് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഈ വീഡിയോയിലൊന്നും
കാണിക്കാനായിട്ട് പറ്റുന്നില്ല. മേ ബി ഇച്ചിരി ബെറ്റർ ക്വാളിറ്റി ഫോണായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലോണം കാണിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്നു, സൺസെറ്റ് വരെയും ഇരുന്നിട്ട് പിന്നെയും നടന്ന് ഞാൻ പാരഡൈസ് ബീച്ചിൽ പോയി. പാരഡൈസ് ബീച്ചിൽ പോകാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എല്ലാം കൂടെ ഒരു 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ രാവിലെ തന്നെ എത്തിയവരും ഉണ്ടായിരുന്നു. അവിടെ തന്നെ, അതായത് ഈ പാരഡൈസ് ബീച്ചിൽ തന്നെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നവരുണ്ട്. And at last I reached the paradise beach, the final destination. അവിടെ എത്തിയപ്പോഴത്തേക്കും 7 മണിയായി, നല്ല ഇരുട്ടി. ഈ സ്പെൻഡ് അറൗണ്ട് 15 minutes there. എന്നിട്ട് ഞാൻ തിരിച്ച് നടന്നു. നല്ല ഇരുട്ടത്താണ് തിരിച്ച് നടന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. തിരിച്ച് ഞാൻ ഓം ബീച്ചിൽ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ബിക്കോസ് ഐ കുഡൻറ്റ് സീ എനിത്തിങ്. എൻ്റെ കണ്ണാടി താഴെ വീണ് പൊട്ടി, ഇരുട്ടത്ത് എങ്ങനെയോ തപ്പി തടഞ്ഞൊക്കെയാണ് ഞാൻ ഓം ബീച്ചിലെത്തിയത്. ആൻഡ് ഇറ്റ് വാസ് 31st നൈറ്റ്. എൻ്റെ മനസ്സിൽ ഞാൻ 31 രാത്രി ഗോകർണ ബീച്ചിൽ അടിച്ച് പൊളിക്കും, വൈബാക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ തിരിച്ച് വന്ന് ഈ 10 കിലോമീറ്ററൊക്കെ ട്രക്ക് ചെയ്യണ്ടേ, എൻ്റെ കാലൊടിഞ്ഞു പോയി മോനെ. ഞാൻ എന്നിട്ട് കിടന്നുറങ്ങി. പക്ഷേ വിടില്ല, ഞാൻ അടുത്ത ദിവസം തന്നെ യാന കേവ്സിലേക്ക് വന്നു. ഗോകർണ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് 40 കിലോമീറ്റേഴ്സ് ഓടിച്ചാലാണ് നമ്മൾ യാന കേവ്സിലേക്ക് എത്തുന്നത്. 13 കിലോമീറ്റേഴ്സ് നമ്മൾ ഫോറസ്റ്റിൽ കൂടെ വേണം ഓടിക്കാൻ. എന്നിട്ട് പുറത്തെത്തി വണ്ടി പുറത്ത് വെച്ച് ഒരു ഐ തിങ്ക് 40 റുപ്പീസാണ് എൻട്രി ഫീസ്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഒത്തിരി നിരോധിച്ചിട്ടുണ്ട്. ഇത് കണ്ടു, ഞാൻ പോകുന്ന വഴിക്ക്, ഞാൻ ട്രെക്ക് ചെയ്യുന്ന വഴിക്ക് കണ്ട ബട്ടർഫ്ലൈകളുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബട്ടർഫ്ലൈസിനെ ഒരുമിച്ച് കാണുന്നത്. ആ ട്രക്ക് മൊത്തം നിറച്ച് ബട്ടർഫ്ലൈസ് ആയിരുന്നു. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് യാനയിലേക്ക് കയറുമ്പോൾ പ്ലാസ്റ്റിക്സിന് ഒരുപാട് നിരോധനമുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി, വെള്ളക്കുപ്പി എടുക്കുകയാണെങ്കിൽ പോലും ഓരോ കുപ്പിക്കും യു ഹാവ് ടു ഗിവ് 20 റുപ്പീസ് ഈച്ച്, വിച്ച് ഈസ് റീഫണ്ടബിൾ. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കുപ്പി അവരെ കൊടുക്കുക, നമുക്ക് പൈസ തിരിച്ചു തരും. ഈ ട്രക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ട്രക്കിനേക്കാളും വളരെ നീണ്ട ട്രക്കാണ്. ആൻഡ് സ്ലോപ്പും കൂടുതലാണ്. പക്ഷേ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് അവിടെ വഴിയൊന്നും ഡിഫൈൻഡ് അല്ല, ഇവിടെ വഴി ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ വി സീ ദിസ് ബ്യൂട്ടിഫുൾ കാഴ്ച, നമ്മൾ നേരത്തെ കണ്ട യാന കേവ്സ്. ഇത് വന്നിട്ട് 2 വലിയ കേവ്സ് ആണ്. ദ ബിഗർ വൺ ഇസ് കോൾഡ് ഭൈരവേശ്വര ശിഖര, ചെറിയ കേവ് ഇസ് കോൾഡ് മോഹിനി കേവ് അല്ലെങ്കിൽ മോഹിനി ശിഖര. ഇതിൽ നമുക്ക് ആക്സസ് ഉള്ളത് ഭൈരവേശ്വര ശിഖരയിൽ മാത്രമാണ്. മൊത്തം 16 കിലോമീറ്റർ ട്രക്കുണ്ട്. പക്ഷേ ഇതൊക്കെ കയറി വരുമ്പോൾ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. നമുക്കൊരു മഞ്ഞുമൽ ഫീല് കിട്ടും. ഇത് എൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് കയറേണ്ട കുറച്ച് സ്ഥലങ്ങളാണ്. എന്നെ ഇവിടെ വളരെ അട്രാക്റ്റ് ചെയ്ത ഒരു ലെജൻഡ് എന്ന് വെച്ചാൽ, ഇവിടെ വച്ചാണ് ഭസ്മാസുരൻ സ്വയമായിട്ട് നെറ്റിയിൽ ചൂണ്ടി ഭസ്മമായി മാറിയതെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കേവിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാർ വരച്ച് വെച്ചതാണ്, പ്രോബബ്ലി ടു കൺഫ്യൂസ് ദ ഫ്യൂച്ചർ ആർക്കിയോളജിസ്റ്റ്. എന്താണെന്നറിയില്ല, പക്ഷേ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ഗണപതി ടെമ്പിൾ കാണും. അതുപോലെ തന്നെ ഈ ഭൈരവേശ്വര ശിഖരയുടെ ഏറ്റവും താഴെയായിട്ട് ഭൈരവേശ്വര സ്വയംഭൂ അല്ലെങ്കിൽ സെൽഫ് മാനിഫെസ്റ്റഡ് ലിംഗയുടെ ഒരു ടെമ്പിളുണ്ട്. അതെ, ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പിളിൻ്റെ അകത്തുകൂടെ വേണം നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. സോ നമ്മൾ ചെരുപ്പൊന്നും ഇടാൻ പാടില്ല, ചെരുപ്പെല്ലാം പുറത്തിട്ടിട്ട് വേണം പോകാൻ. ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ പദം വന്നു. 16 കിലോമീറ്റേഴ്സാണ്. ഞാൻ എന്താ പറയുക, അവസാനം മറ്റേ പട്ടി കിതയ്ക്കുന്ന പോലെയാണ് കിതച്ച് ഞാനിതൊക്കെ കയറിയത്. എൻ്റെ ഒറിജിനൽ വീഡിയോയുടെ ഓഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കേവ്സ് ഇരിക്കുന്ന വില്ലേജ്, യാന വില്ലേജ്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്ലീനസ്റ്റ് വില്ലേജ് ഓഫ് കർണാടക. 1. 2, ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് വെറ്റസ്റ്റ് വില്ലേജാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ അവസാനം യാന കേവ്സിൻ്റെ ഉള്ളിലെത്തും. പണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, പുള്ളിക്കാരൻ യാന കേവ്സിലേക്ക് പോയപ്പോൾ ഭയങ്കര നെഗറ്റീവ് ഫീൽ അടിച്ചു. പുള്ളി കോളേജിലായിരുന്നപ്പോഴാണ് പോയത്, മാറുവാനസ് കോളേജിൽ. ഭയങ്കര നെഗറ്റീവ് ഫീൽ അടിച്ചു, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഒരു ഫീൽ എന്ന് പറഞ്ഞു. സോ അത് കേട്ടപ്പോൾ ഐ വാസ് വണ്ടറിങ് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, അവൻ്റെ നെഗറ്റീവ് ഫീലിംഗ്. പക്ഷേ ഇന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലായി അത് വവ്വാൽ മൂത്രമായിരുന്നു. ഭയങ്കര നെഗറ്റീവ് ഫീലായിരുന്നു അതിന്. സോ ഒരുവിധം ഞാൻ അതിൻ്റെ പുറത്തിറങ്ങി. മീൻസ് അത് ഇച്ചിരി സഫക്കേറ്റിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിയെല്ലാം റെഗുലേറ്റഡ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാൻ പറ്റത്തില്ല. ഒത്തിരി ഈ
ഹണി ബീവ്സിൻ്റെ കോമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒത്തിരി ഉണ്ട്, നിറച്ചുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ താഴോട്ട് ഇറങ്ങുവാണ്. താഴോട്ട് ഇറങ്ങുമ്പോഴും ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ 1-2 ഉള്ളൂ. 1 ഇസ് ഇൻ കൺസ്ട്രക്ഷൻ, ഇത് ഇപ്പം കണ്ടത്. പിന്നെ നമുക്ക് ഒത്തിരി ഇതേപോലത്തെ റോക്ക് ഫോർമേഷൻസ് കാണാനായിട്ട് പറ്റും. യാനയിൽ നിന്നിറങ്ങി ഞാൻ നേരെ ഓടിച്ചു പോയത് ഹോട്ടൽ ലക്ഷ്മി കൃഷ്ണയിലാണ്. മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. വളരെ ടേസ്റ്റി ഫിഷായിരുന്നു, ഫുഡായിരുന്നു, വലിയ പൈസയില്ല. അവിടെ നിന്ന് ഞാൻ മിർജാൻ ഫോർട്ടിലേക്ക് വന്നു. മിർജാൻ ഫോർട്ട് ഏതാണ്ട് ഒരു 1 മണിക്കൂർ നമുക്ക് ചുറ്റി നടന്ന് കാണാനായിട്ടുള്ളതുണ്ട്. ലൈക്ക് ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. ഇവിടെ അധികം അങ്ങനെ മൈറ്റി ഫോർട്ടുകളൊന്നും ഇല്ല. ഉണ്ട്, പക്ഷേ ഇതുപോലെ നമുക്ക് കാണാനായിട്ടുള്ളതൊന്നുമില്ല. സോ ഐ വാസ് വെരി മച്ച് എക്സൈറ്റഡ് ഇതെല്ലാം കണ്ടപ്പോൾ. ഒരുപക്ഷെ നിങ്ങളിപ്പം നോർത്ത് കേരളയിലൊക്കെ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ യു മൈറ്റ് ഹാവ് സീൻ മോർ. അപ്പോൾ അത്രയ്ക്കൊരു വാവ് ഫീലൊന്നും കാണത്തില്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഓം ബീച്ചിൽ പോയപ്പോൾ ഉണ്ടായ അതേ എക്സൈറ്റ്മെൻറ്റ് മിർജാൻ ഫോർട്ടിൽ പോയപ്പോൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഓടി നടന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. എന്തിനാണ് ഇത്രയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ദീസ് ആർ ഓൾ മൈ പ്രഷ്യസ് മെമ്മറീസ്. ആൻഡ് അബൌട്ട് മിർജാൻ ഫോർട്ട്, ഇത് 16-ാം നൂറ്റാണ്ടിൽ റാണി ചെന്ന ഭൈരവ ദേവിയാണ് പണി കഴിപ്പിച്ചത്. വളരെ വലിയ ഫോർട്ടാണ്, ഡബിൾ വാൾഡ് ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വലിയ ദർബാർ ഹാൾ ഉണ്ടായിരുന്നു, പ്രെയർ ഹാൾ അല്ലെങ്കിൽ മെഹ്റബ് ഉണ്ടായിരുന്നു, ഡീപ്പ് വെൽസ്, അതായത് നല്ല ആഴമുള്ള കിണറുകൾ, പിന്നെ സീക്രട്ട് പാസേജസ്, ജയിലുകൾ, അതൊക്കെ നമുക്കിനി കാണാനായിട്ട് പറ്റും. അതായത് അണ്ടർഗ്രൗണ്ട് തടവറകൾ, ബാസ്റ്റിയൻസ്, വാച്ച് ടവേഴ്സ്, ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതിൻ്റെ എല്ലാം റെമനൻസ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ടത് മൺസൂൺ സമയത്താണ്. ഇതെല്ലാം ഭയങ്കര ഗ്രീനായിരിക്കും, ഗ്രീനറിയാണ്. ഈ ഫോർട്ടിലെല്ലാം മൊത്തം ഗ്രീൻ പിടിച്ചിരിക്കും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ദോസ് പിക്ചേഴ്സ്. ആ സമയത്ത് ഇവിടെ വരണം. ആൻഡ് അത് മാത്രമല്ല, 17th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷേഴ്സ് ഇത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ചില സ്ട്രക്ചേഴ്സൊക്കെ പുതിയതായിട്ട് പണിതതുപോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡീപ്പ് വെല്ലാണ്. ഡീപ്പ് വെല്ലിന് മുന്നേ കാണിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതായത് നമ്മൾ വെല്ലിലേക്ക് ഇറങ്ങിപ്പോകുന്ന പ്ലേസ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ പടികളൊക്കെ മൺസൂൺ സമയത്ത് വരണം. ഇറ്റ് ഈസ് സോ ഗ്രീൻ ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഫോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഐ വാസ് വെരി ക്യൂറിയസ് ടു നോ ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന്. ഇങ്ങനെ അവിടെ കാണുന്ന സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ജയിൽ പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് മേളിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംഭവമാണ്. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇറ്റ് വാസ് വെരി ഫാസിനേറ്റിംഗ് അതൊക്കെ കാണാനായിട്ട്. അതെല്ലാം കണ്ട് തിരിച്ച് ഒരു 6:30 ആയപ്പോൾ ഞാൻ മിർജാൻ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്നൊരു 30 കിലോമീറ്റേഴ്സ്, ഐ തിങ്ക് 25 to 13 കിലോമീറ്റേഴ്സ് യാത്രയുണ്ട് തിരിച്ച് ഗോകർണയിലേക്ക്. ഞാൻ ഗോകർണയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഗോകർണയും ഗോവയും തമ്മിലൊരു വ്യത്യാസമാണ്. ഗോവ എന്ന് പറയുന്നത് നമുക്ക് നോർത്ത് ഗോവ, സൗത്ത് ഗോവ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പരന്ന് കിടപ്പുണ്ട്. പക്ഷേ ഗോകർണയിൽ എന്താ പറയുക, എല്ലാം കൂടെ ഒരു സ്ഥലത്താണ്. ഇപ്പം നമ്മൾ പോവുകയാണെങ്കിൽ 4 ബീച്ചും നമുക്കൊരൊറ്റ ഒരു സ്ഥലത്ത് കിട്ടും. പിന്നെ അവിടെ നിന്ന് മാറി ഉള്ളത് ഗോകർണയിലെ മെയിൻ ബീച്ച് മാത്രമാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ട ബീച്ച്, ഈ ബീച്ച്. പിന്നെ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള കഫേസ് ഉണ്ട് വിച്ച് സെർവ്സ് ഗുഡ് ഫുഡ്. അറ്റ് ദ സെയിം ടൈം ഇച്ചിരി ഒരു കത്തി റേറ്റ് ഉണ്ട്, ഇച്ചിരി വളരെ കുറച്ച് കത്തിയാണ്. പിന്നെ നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ അവിടെ മഹാബലേശ്വർ ടെമ്പിൾ ഉണ്ട്. ഐ വെൻറ്റ് ടു മഹാബലേശ്വർ ടെമ്പിൾ. പക്ഷേ അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പ്രശ്നമില്ലെങ്കിൽ ഒരു 70 കിലോമീറ്റേഴ്സ് പോയാൽ യു വിൽ റീച്ച് ദി മുരുഡേശ്വർ ടെമ്പിൾ. പിന്നെ അതിൻ്റെ അടുത്തുള്ള മാൻഗ്രൂവ്സ് ഒക്കെ ഉണ്ട്. ഓൾ ടുഗദർ പ്രായഭേദമന്യേ ആർക്ക് വേണോ ചില്ല് ചെയ്യാൻ പറ്റുന്ന ലേഡ് ബാക്ക് ആയിട്ടുള്ള വൈബായിട്ടുള്ള സ്ഥലമാണ് ഗോകർണ. ഐ വാസ് ഹിയർ ഫോർ 2 more days. ബീച്ച്, കഫേസ്, ടെമ്പിൾ അങ്ങനെയൊക്കെ 2 ദിവസം പോയതറിഞ്ഞില്ല. ആൻഡ് ഇഫ് യു ലൈക്ഡ് മൈ വീഡിയോ, do like, subscribe and comment and share. Bye bye.